അവസാനം പ്രതിപക്ഷ സമരത്തിൽ ആടിയുലയും കേരളം എന്നൊക്കെ വിചാരിച്ചിരുന്നിടത്ത് മഹിജ നിരാഹാരം കിടന്നപ്പോൾ ബിന്ദുവിൻ്റെ മഹിളകൾ പായസം കുടിച്ച് നടത്തിയ സമരത്തോടെ എല്ലാം ഒരു ഏമ്പക്കം പോലെ അവസാനിക്കുന്നു. രാഷ്ട്രീയ അന്തഃപുരങ്ങളിലെയും രാജധാനികളിലെയും മിക്കവാറും സിംഹഗർജനങ്ങളും അരാഷ്ട്രീയമായ ഏമ്പക്കങ്ങളായി മാറും എന്ന ബോധ്യത്തോടെ ഇന്നത്തെ ഡെമോക്രസിയെ ഇങ്ങനെ ചുരുക്കിക്കെട്ടാം. അവിടെ നിരാഹാരം, ഇവിടെ പാൽപ്പായസം. മഹിജയും കുടുംബവും തുള്ളിവെള്ളം കുടിക്കാതെ സമരം കിടന്നപ്പോൾ പൊങ്കാല പായസം കുടിച്ച് അർമാദിച്ച് ബിന്ദു കൃഷ്ണയുടെ ആഹാര സമരം. അവരൊക്കെ വെച്ചേക്കണം കേട്ടോ. ചുമ്മാ സമയം അമ്മയ്ക്ക് അറിയാലോ അമ്മേ. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. ഇനി അവിടെ വെച്ചോളൂ. ഈ അടുപ്പിൽ വെക്കില്ല കേട്ടോ അമ്മേ. ഒന്നിരിക്കണേ അല്ലേ, ഇരിക്കണേ. ഈ വിഷുവിന് കണി കണ്ട് സ്വന്തം ജീവിതം കാഞ്ഞു പോകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പിണറായിയുടെ ചന്താരകമുഖം കണ്ടാൽ മതിയെന്ന് ഹരിമുരളീരവം. ആ പാവം ജിഷ്ണു പ്രണായി കഴിഞ്ഞ വിഷുവിന് കണി കണ്ട പിണറായിന്റെ ചിത്രം. എന്താണോ ഇത്? ഇത് ഓടക്കൊള്ളല്ലേ? ഇവിടെ ഇരുന്ന കൃഷ്ണന്റെ വിഗ്രഹം കാണാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധി കാണിച്ചത്. മതേതര മുഖമുള്ള സമരങ്ങൾക്ക് കോൺഗ്രസിൽ സ്ഥാനമില്ല എന്ന് തെളിയിച്ച് പൊങ്കാല സമരത്തിൽ അരിയിട്ട് വാഴിച്ച് എം ഹസൻ. ഈ സാധാരണ ഈ സ്ത്രീകളല്ലേ നിങ്ങളുടെ ഈ പൊങ്കാല കയറുന്ന? പിന്നെ സ്ത്രീകൾക്കല്ലേ പൊങ്കാല? ആ, ഇപ്പൊ പുരുഷന്മാർക്കാണ് ആഘോഷം. അവർക്ക് ഈ പൊങ്കാല ദിവസം സ്വാതന്ത്ര്യദിനമാണെന്ന്. കനക നമ്മുടെ ഈ പൊങ്കാല ദിവസം പെണ്ണുങ്ങളൊക്കെ കൂടി അമ്പലത്തിലേക്ക് പോകുമല്ലോ. പിന്നെ വീട് കാലിയല്ലേ. ഇവന്മാര് കൂട്ടുകാരും ഒക്കെ കൂടി ഫുള്ളും മേടിച്ചു വെച്ചിരുന്ന അടിയും ബഹളമൊക്കെയാണ് ഞങ്ങളുടെ പരിസരത്തൊക്കെ. പിന്നെ ഇവർ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോ ഇവന്മാർക്കിട്ടൊരു പൊങ്കാല ഇടലുണ്ട്. അത് ഗംഭീരമാണത്. ഇന്നത്തെ ഡെമോക്രസിയുടെ പതാക താഴ്ത്തുന്നു. നമസ്കാരം.